അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കടി വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാകുന്നു മാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ. ഒരു ഇല പോലും ആകാശത്ത് നിന്നും ഒരു മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നില്ല, അവനതറിയാതെ, അള്ളാഹു അറിയാതെ ഒരു മരത്തിൽ നിന്നുള്ള ഒരു ഇല പോലും വീഴുന്നില്ല എന്നുള്ളതാണ്. അഥവാ നാം എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു കാര്യമാകുന്നു അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അലം യഅലം ബി അന്നല്ലാഹ യറ. അള്ളാഹു ഈ എല്ലാ കാര്യങ്ങളും അറിയുന്നു, അള്ളാഹു മനസ്സിലേക്ക് നോക്കുന്നു, അള്ളാഹു ഹൃദയം അറിയുന്നു, ഹൃദയത്തിൻ്റെ സ്പർശനം അറിയുന്നു. ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അഥവാ എന്താണ് അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്ര സൂക്ഷ്മമായി അറിയുന്ന പടച്ച തമ്പുരാൻ, ആ തമ്പുരാൻ്റെ മുന്നിലാകുന്നു നാം ചെന്ന് നിൽക്കാനുള്ളത്. കണക്ക് നോട്ടത്തിൻ്റെ ദിവസം മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു തിന്മ ചെയ്യാൻ സാധ്യമല്ല. രഹസ്യമായിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ഇല്ല. സ്വകാര്യം എന്നൊരു സംഭവം ലോകത്ത് സംഭവിക്കുകയില്ല. നിങ്ങൾ രണ്ടുപേരുണ്ട് എങ്കിൽ മൂന്നാമത് അള്ളാഹു ആയിരിക്കും. നിങ്ങൾ മൂന്നാളുണ്ട് എങ്കിൽ നാലാമത് അള്ളാഹു ആയിരിക്കും. നിങ്ങൾ ഇരുട്ടത്തായിരുന്നാലും വെളിച്ചത്തായിരുന്നാലും, രാത്രിയായിരുന്നാലും പകലായിരുന്നാലും, സ്വകാര്യമായിരുന്നാലും പരസ്യമായിരുന്നാലും, അലം യഅലം ബി അന്നല്ലാഹ യറ. അള്ളാഹു അറിയുന്നുണ്ട് എന്നല്ലേ നീ മനസ്സിലാക്കുന്നത്? അറിയുന്നില്ല എന്നാണോ നിന്റെ വിചാരം? പക്ഷെ പലപ്പോഴും പല മനുഷ്യരുടെയും ചില ചെയ്തികൾ കണ്ടാൽ തോന്നിപ്പോകും അള്ളാഹു അറിയുന്നില്ല എന്ന്. ഒരു സിഗ്നലിൽ വെച്ചിട്ടുള്ള ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ആ ക്യാമറ അവിടെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എത്ര ആളുകൾ ആ നിയമത്തെ വൈലേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ഒരാളും, ബുദ്ധിയുള്ള ഒരാളും തന്നെ പോവുകയില്ല. ആ ക്യാമറ കണ്ണുകൾ, സാഹിറുകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ നേരം പുരുന്നതുവരെ പ്രവർത്തിക്കുന്നതായിരിക്കും. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൻ്റെ 365 ദിവസവും, നമ്മുടെ ആയുഷ്കാലം മുഴുവനും അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നത് അതിസൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്നവനാകുന്നു പടച്ച തമ്പുരാൻ. അങ്ങനത്തെ തമ്പുരാൻ്റെ മുന്നിൽ നമുക്ക് എങ്ങനെ ഭയമില്ലാതിരിക്കാൻ സാധിക്കും? ഭയമുണ്ടാകണം, ഭക്തി ഉണ്ടാകണം, പേടിയുണ്ടാകണം. പടച്ച തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്നേഹമുണ്ട്, മഹബത്ത്. അപ്രകാരം തന്നെ നമുക്കുണ്ടാകേണ്ടതാകുന്നു റജാ, പ്രതീക്ഷയുണ്ട്. പക്ഷേ ഖൗഫില്ലാതെ, പടച്ചവനെ പേടിയില്ലാതെ ഒരു മനുഷ്യനെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും? പടച്ചവനെ പേടിയില്ലാതിരുന്നാൽ തീർച്ചയായും അത് അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് എല്ലാം അറിയുന്ന പടച്ച തമ്പുരാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിസൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നമ്മുടെ ഹൃദയത്തിലേക്കാകുന്നു പടച്ച തമ്പുരാൻ നോക്കുന്നത്. അതുകൊണ്ട് ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആ ഹൃദയം ശുദ്ധീകരിച്ചവൻ അവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, ആ ഹൃദയം മലിനീകരിച്ചവൻ അവൻ പരാജയപ്പെട്ടു. നാം എല്ലാവരും ഹൃദയം ശുദ്ധിയുള്ളവരായി തീരുക. പടച്ച തമ്പുരാൻ നോക്കി കാണുന്നു എന്ന വിചാരത്തോടു കൂടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും നല്ല മാർഗത്തിൽ നിലനിർത്തുകയും നല്ലവരായി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.